ഹായ് സുഹൃത്തുക്കളെ, ബ്രസീലിയൻ പൈനാപ്പിൾ വിളവെടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ അധികം ഈ മുള്ളില്ലാത്ത പൈനാപ്പിൾ വിളവെടുക്കുക. ബ്രസീലിയൻ പൈനാപ്പിൾ ഒരുപാട് സക്കറുകളും മറന്ന് ഒരുപാട് സക്കറകളും പിന്നെ മുള്ളുകളൊക്കെ ഉള്ളതുകൊണ്ട് ഇത്തിരി പാടായിരുന്നു വിളവെടുക്കാൻ. പക്ഷെ ഇത് നമുക്കിതിൻ്റെ ഇടയിൽ കൂടെ പോയിട്ട് വെട്ടിയെടുക്കാം. കാരണം മുള്ളില്ല, കണ്ടില്ലേ. പിന്നെ ഇതിൻ്റെ അറ്റത്ത് ഇല എത്ര മുള്ളില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഇലയുടെ അറ്റത്ത് കുറച്ച് മുള്ളുകൾ ഉണ്ടാവും. അങ്ങനെ അല്ലാത്ത ഏതെങ്കിലും മുള്ള് തീരെ മുള്ളില്ലാത്തത് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. കാരണം ഇലയമ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ പല വീഡിയോകളിലെ ഇലയമ അവരിങ്ങനെയൊക്കെ കാണിക്കും മുള്ളില്ല എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഇല അവസാനിക്കുന്നതോട് കൂടിയാണ് മുള്ള് കുറച്ചുള്ളത്, ഒന്നോ രണ്ടോ കണ്ട. ഇതിന് പക്ഷേ തീരിയില്ല, ഈ ഇലയ്ക്ക് തീരിയില്ല. പക്ഷേ ഇവിടെ 1-2 മുള്ളുണ്ട്, അത്രയേ ഉള്ളൂ. പക്ഷേ എങ്കിലും മുള്ളില്ലാത്തതാണെന്ന് തന്നെ പറയാം. പക്ഷേ ക്രൗണുമ്മ തീരെ മുള്ളുണ്ടാവില്ല. അല്ല, ക്രൗണമ്മയും 1-2 കുത്തു പോലെയൊക്കെ ഉണ്ട്, കണ്ടില്ലേ. ഇവിടെ നിന്ന് ഒരു വെട്ടി എളുപ്പത്തിന് എടുക്കാം. ഒന്ന് വെട്ടിയ നിൽക്ക് അപ്പുറത്തോടെ ചെല്ല്, അപ്പുറത്തോടെ വെട്ട്. അല്ല, ഇവിടെ നിന്ന് ചെയ്യാൻ പറ്റുമോ? അതാ തലപ്പും കൂടെ പിടിക്കണം. ഇത് ഞാൻ തലപ്പ് ഞാൻ പിടിച്ചിട്ടുണ്ട്. വെട്ടിയ ഓക്കെ, നല്ല തൂക്കമുണ്ട്. ബ്രസീലിയൻ ഒരു മിനിറ്റ്. ബ്രസീലിയൻ നമ്മൾ തൂക്കി നോക്കിയപ്പോൾ ക്രൗൺ അടക്കം 1440, ക്രൗൺ വെട്ടിക്കളഞ്ഞപ്പോൾ 1340. നല്ല തണ്ടോട് കൂടിയാണ് നമ്മൾ വെട്ടിയെടുത്തേക്കണം. അങ്ങോട്ട് പോകണോ? അതവിടെ നിന്നോട്ടെ കേട്ടാ, പറക്കണ്ട. എന്താ ചതം? ശരി. അപ്പോൾ ഇതിൻ്റെ റിവ്യൂവും കൂടെ നമ്മൾ നോക്കാൻ പോവുകയാണ്. ഈ വീഡിയോയിലും പറയുന്നു 2000 രൂപയ്ക്ക് നിറയെ കായ്ച്ച് നിൽക്കുന്ന പ്ലാന്റുകൾ. ആരോ ഫോണിൽ വീഡിയോ എടുക്കണ നേരത്തെ ആരോ വാട്സപ്പ് കോൾ വിളിച്ചുകൊണ്ടിരിക്കണം. ഞാനാണെങ്കിൽ എന്താ പറയുക, വീഡിയോ എടുക്കാൻ നേരത്ത് എയറോപ്ലെയിൻ മോഡിലും ആക്കിയില്ല. നല്ല തൂക്കമുണ്ട് കേട്ടോ, കൊണ്ട് നമുക്ക് വെക്കാം വീടിനകത്ത്. ഇതേ കാണുന്നുണ്ടോ? 2955. അതായത് 3-ന് വെറും 45-46 കുറവ്. അതൊക്കെ നമുക്ക് വെട്ടിക്കളയാം. ഇനി തണ്ടും ഇതും വെട്ടിക്കളഞ്ഞിട്ട് നമുക്ക് നോക്കാം. ഈ സാധാരണ പൈനാപ്പിളുകളൊക്കെ നല്ല മൊനമൊനയായിട്ടായിരിക്കും. പക്ഷെ ഇത് കണ്ട പതിഞ്ഞ രീതിയിലാണ് ഇതിൻ്റെ ടെക്സ്ചർ. നമുക്ക് നിൽക്ക് ഇതിൻ്റെ തണ്ടും ക്രൗണും വെട്ടിക്കളഞ്ഞിട്ട് നമുക്കതിൻ്റെ ഇത് നോക്കാം. അമ്മ തണ്ട് വെട്ടിക്കളഞ്ഞ് തണ്ടും ക്രൗണും മാറ്റിയിട്ട് നമുക്ക് തൂക്കം നോക്കാം കേട്ടോ. നമ്മൾ ഇത് മാത്രം 2153 കേട്ടോ. മുള്ളില്ലാത്തത് മറ്റേ അതിൻ്റെ കുടയും വടിയൊക്കെ മാറ്റിയപ്പോൾ 2153. അപ്പോൾ ഇതിൻ്റെ ഇരട്ടിയോളം വലിപ്പമുണ്ട് നമ്മുടെ ആഫ്രിക്കനും നൈജീരിയനും. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചെങ്കിൽ ഇതിൻ്റെ ഒരു 4 കിലോ എങ്കിലും നമ്മൾ അതിൻ്റെ തൂക്കം പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതിൻ്റെ ടേസ്റ്റ് റിവ്യൂവും കൂടെ നമുക്ക് നോക്കാം. ചെത്തിക്കഴിഞ്ഞിട്ട് ഇനി നമ്മൾ വീഡിയോ എടുക്കുന്നുള്ളൂ, അല്ലെങ്കിൽ ലെങ്ത്ത് കൂടും. ഇനി അതായിട്ട് മിസ്സാക്കണ്ട, എന്തായാലും പോട്ടെ. വീഡിയോ ലെങ്ത്ത് കൂടുന്നു പരാതിയുള്ളവർക്ക് വീഡിയോ സ്കിപ്പ് ചെയ്തോളൂ. ചാറാണോ? നന്നായിട്ട് ചാറൊലിക്കുന്നുണ്ട് കേട്ടോ. അതേ കണ്ടില്ലേ, വെള്ളം പോലെ. ഇത് നന്നായിട്ട് പഴുത്തിട്ടാന്നുണ്ട്. ചിലവരൊക്കെ ഈ കറുപ്പ കളറിൽ നിന്നും പച്ച കളറിൽ നിന്നും മഞ്ഞയ്ക്ക് വരുമ്പോൾ തന്നെ പൊട്ടിക്കും. നമ്മളിത് അത്യാവശ്യം ചക്കയുടെ നല്ല ചാറ്, നല്ല മണം. പക്ഷെ ഇതിന് കണ്ണിത്തിരി അകത്തേക്ക് ഉണ്ടല്ലേ. പക്ഷെ നാരും ഉണ്ട്.
മതി മതി. അമ്മ നക്കി തുടക്കാക്കലാകും വെച്ച ചെത്തിയ ഒരു കാര്യം ചെയ്താൽ മതി. തൊലി ചെത്താൻ നിൽക്കണ്ട, ഒരു കഷ്ണം ആക്കുക. എന്നിട്ട് അതിൽ നിന്ന് നമുക്ക് നടുമുറിച്ച ബ്രസീലിയൻ പൈനാപ്പിൾ നമ്മൾ റിവ്യൂ ഇട്ടവർ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ലിങ്ക് തരാം. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നാര് കുറഞ്ഞിട്ട് നല്ല മധുരമുള്ള സാധനമായിരുന്നു. ഇത് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. അമ്മ അടുത്ത് കൊണ്ടിട്ട് ഇതും ഓവറായിട്ട് പഴുത്തൂട്ടാ. എൻ്റെ അമ്മ ബ്രസീലിയനേക്കാൾ മധുരം മാത്രം, പുളിയില്ല. കിടു സാധനം, മധുരം മാത്രമേ. അത് ഇമ്പി കുടിക്കാല്ലേ അമ്മ. ജ്യൂസിന് സൂപ്പർ ഇട്ടാ, ഏറ്റവും കിടിലൻ സാധനമാണിത്. പക്ഷെ ഇത് റയർ അല്ലാത്തതുകൊണ്ടാണ് അതുകൊണ്ട് വില കുറവ്. എന്നോടൊരു ചേച്ചി പറഞ്ഞായിരുന്നു മുള്ളില്ലാത്ത വെറൈറ്റിയാണ് ടേസ്റ്റ് കൂടുതലെന്ന്. ഞാൻ ബ്രസീൽ മാത്രം റീപ്ലാന്റ് ചെയ്തിട്ട് ഇതൊക്കെ ഒഴിവാക്കാമെന്ന് വിചാരിച്ചിരിക്കായിരുന്നു. പക്ഷേ മതി. അമ്മ ഒരു കഷ്ണം ഐ കോഫി കഴിക്കുന്ന ആളാട്ടോ, ഷുഗറുണ്ട്. അമ്മ അത് കഴിച്ചാൽ മതിട്ടാ മതി. മധുരം മാത്രം, നല്ല ജ്യൂസി ആയിട്ടുള്ള മധുരം മാത്രം. പക്ഷേ ഇതിൻ്റെ സക്കര ആർക്കും തരാനില്ല, ക്രൗൺ മാത്രമേ ഉള്ളൂ. സക്കര പൊട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ വയ്ക്കും. ക്രൗൺ മാത്രം തരാം, പക്ഷെ ക്രൗൺ സക്കര ഇവിടെ പൊട്ടിയിട്ട് നമുക്ക് ഇവിടെ കുഴിച്ചിടാം. നിങ്ങൾക്ക് നമ്മുടെ ടേസ്റ്റ് റിവ്യൂവിൻ്റെ ജെന്യൂനിറ്റി അറിയണമെങ്കിൽ ആ ബ്രസീൽ പൈനാപ്പിളിൻ്റെയും കൂടെ കണ്ടാൽ മതി. ഇത് തൊലി ചെത്തനേക്കാളും നല്ലതേ കാരി തിന്നുക കേട്ടോ. കണ്ടോ അങ്ങനെ കണ്ടാ, അങ്ങനെ ചെത്താൻ നിൽക്കണ്ട. അത് ആ താത്തി വെട്ടി പിന്നെ ചെത്തണതും തമ്മിൽ എന്താ ബന്ധം? അല്ല കാര്യമുള്ള അത് ഇങ്ങനെ കാരി തിന്നാൽ മതി. അപ്പം തൊണ്ട് ഇങ്ങനെ കിട്ടും, നല്ല ജ്യൂസി ആയിട്ടുള്ള മധുരമുള്ള സാധനം. ഞാൻ ഇത്രയും ആദ്യമായിട്ടാണ് മുള്ളില്ലാത്ത പൈനാപ്പിളിൻ്റെ ഇത് കഴിക്കണം കേട്ടോ. അത് ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ. ഇത് നന്നായിട്ട് പഴുത്ത് കഴിഞ്ഞാൽ തൊലി ചെത്തേണ്ട ആവശ്യമില്ല. തൊലിയുടെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ കാരി തിന്നാം. അപ്പോൾ നമുക്ക് കണ്ണിൻ്റെ പ്രശ്നമില്ല. ചെത്തി കളയുമ്പോഴാണ് പലതും വെറുതെ ഇതാവണം. പിന്നെ ടെപ്പാഷെ TAPACHE എന്ന് പറഞ്ഞിട്ടൊരു ഡ്രിങ്ക് ഉണ്ട്. പുലീക്കർ എന്ന് പറഞ്ഞിട്ടൊരു ചാനലുണ്ട് യൂട്യൂബിൽ, നിങ്ങളൊന്ന് കണ്ടു നോക്കുക. അതിൽ ടെപ്പാഷെ എന്ന് അടിച്ചാൽ മതി. പുലീക്കറിൻ്റെ ചാനലിൽ PULEEKR എന്നാണ് കൊണ്ട് ഒരു പുള്ളിക്കാരൻ കുറേ വെറൈറ്റി സാധനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതിൽ ടെപ്പാഷെ എന്ന് പറയുന്ന ഒരു ഡ്രിങ്ക് ഉണ്ടാക്കേണ്ട ഈ തൊലി കൊണ്ട്. അമ്മ അധികം കഴിക്കണ്ട കേട്ടോ. ഇനി കഴിക്കണ്ട വെറുതെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ. അത്യാവശ്യം വലിപ്പമുണ്ട്, കുഴിച്ചിട്ട വറുത്താണ്. പക്ഷേ തൈകൾ ആ ക്രൗൺ മാത്രമേ കൊടുക്കാനുള്ളൂ. അത്യാവശ്യം വേറെയുള്ളവർക്ക് ഈ റിവ്യൂവിൻ്റെ ജെന്യൂനിറ്റി ബ്രസീലിൻ്റെയും ഇതിൻ്റെയും റിവ്യൂ കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ കൂടുതലൊന്നും പറയണില്ല. ഓക്കെ, നമ്മുടെ നമ്പർ തരാം, 94 95 55 13 37. നമുക്കൊരു വാട്സപ്പ് ചാനലും കൂടി ഉണ്ട്. അതിൻ്റെ ലിങ്ക് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ കമൻ്റായിട്ട് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ട് ഇട്ട് തരാം. ഓക്കെ.